മനീഷയെ ആഹ്ലാദം പറഞ്ഞറിയിക്കുക വയ്യ, അത്രമേൽ വലിയ സന്തോഷം. ഒരു ചാക്കോ മാഷിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആരാണ് ഈ ചാക്കോ മാഷ്? അരോമയുടെ സ്വന്തം ചാക്കോ മാഷാണോ? ഞങ്ങളുടെ ഒറ്റ ആഗ്രഹമുള്ളായിരുന്നു, ഇവര് 2026 ഞങ്ങൾ അടിച്ചത് മതി. ഇനിയും ഞങ്ങൾ തോറ്റാലും ഞങ്ങൾ ജയിച്ചു, അത് മതി. പിള്ളേരുടെ ആഗ്രഹമായിരുന്നു അടിക്കണം, അടിച്ചു. ഇനിയും വാക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. പച്ചത്താടി തന്നാലും ഞങ്ങൾ അടിക്കും. ഇനിയും ആരെ അടിക്കും? 72ാമത് നെഹ്റു ട്രോഫിയുടെ വിജയിയെ പ്രവചിക്കുന്നതിന് വേണ്ടി പബ്ലിസിറ്റി കമ്മിറ്റി നടത്തിയ പ്രവചന മത്സരത്തിൽ ആ വിജയിയെ പ്രവചിച്ചുകൊണ്ട് നടത്തിയ ആ പ്രവചനത്തിൽ നിന്ന് ഇപ്പോൾ വിജയിയെ തെരഞ്ഞെടുക്കുകയാണ്. ആലപ്പുഴ MLA അപ്പോൾ റിക്സൺ അങ്ങനെ 72ാമത് നെഹ്റു ട്രോഫി കൊല്ലം കൊണ്ടുപോയിരിക്കുന്നു, അരോമ കൊണ്ടുപോയിരിക്കുന്നു. നടുഭാഗമായുള്ള മിന്നൽ മത്സരത്തിന്റെ ഇപ്പോൾ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് പുന്നമടയുടെ സ്പന്ദനം അരോമ ഹൃദയത്തിലേറ്റെടുക്കുന്നത്. അങ്ങനെ പുന്നമടയുടെ സ്വന്തമായി അരോമ മാറുന്ന കാഴ്ച വില്ലേജ് ബോർഡ് ഇവിടെയുള്ള പ്രവചന മത്സരം നടക്കുകയാണ്. റിക്സൺ മത്സരം മൊത്തത്തിൽ 72 മത്സരങ്ങളുണ്ടെങ്കിലും ഓരോ മത്സരവും വേറിട്ടതാണെങ്കിലും ഇക്കുറി മത്സരം അത്യാവേശം നിറഞ്ഞതായിരുന്നില്ലേ? ചരിത്രത്തിലേക്ക് തുഴഞ്ഞു കയറുകയായിരുന്നില്ലേ? അവലൊക്കുന്നു PO ആലപ്പുഴ. ശ്രീ ആന്റണി ചാക്കോയ്ക്ക് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിനാണ് സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കുന്നത്. ഫോട്ടോ ഫിനിഷിന്റെ ചിത്രങ്ങളാണ്. റിക്സൺ ഉണ്ട്, TV പ്രസാദ് ഉണ്ട്. റിക്സണിലേക്ക് പോയാൽ റിക്സൺ ഫോട്ടോ ഫിനിഷിലാണ്. മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ചരിത്രം കുറിച്ചിരിക്കുന്നത് സമ്മാന വിതരണമാണ്. വാശിയേറിയ മത്സരത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ അരോമ ചുണ്ടന്റെ ക്യാപ്റ്റനും മറ്റ് ടീമുകളും തുടർന്നുള്ള കപ്പുകൾ എത്രയും വേഗം ഏറ്റുവാങ്ങേണ്ടതാണ്. അങ്ങനെ നെഹ്റു ട്രോഫി കൊല്ലത്തേക്ക് പോയ ആ കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കണ്ടത്. 72ാമത് നെഹ്റു ട്രോഫിയിൽ അരോമ മുത്തമിട്ടിരിക്കുന്നു. കൊല്ലത്തിന്റെ അരോമലായി ഇക്കുറി നെഹ്റു ട്രോഫിയുടെ അരോമലായി അരോമ മാറിയിരിക്കുന്നു. മനീഷ് മഹിപാൽ ഉണ്ട്. മനീഷ് മഹിപാൽ വിജയികളുടെ ആദ്യ പ്രതികരണം നമ്മൾ റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അത്യാവേശമാണ്. അതിനിടയിലൊന്ന് ചോദിക്കട്ടെ, ആരാ ഈ ചാക്കോ മാഷ്? വിജയിയായ അരോമ ടീമംഗങ്ങളും വേഗത്തിലെത്തി 1ാം സ്ഥാനത്തിലുള്ള മുഴുവൻ കപ്പുകളും ഏറ്റുവാങ്ങേണ്ടതാണ്. ട്രോഫി നമ്പർ 1 നെഹ്റു ട്രോഫി presented by
പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പച്ചത്തടിയിൽ ചാക്കോടെ പിള്ളേരാണ്. ചാക്കോടെ പിള്ള ഇനി തൂക്കും ഞങ്ങള്. ഓരോ കളിക്കും ഓരോ കളിക്ക് ഇനിയുള്ള CBL കളിക്ക് ഞങ്ങൾ ഇതിൽ ശക്തിയായിട്ട് വരും. കപ്പടിച്ചിരിക്കും. ചാക്കോ സാറിന്റെ പിള്ളേരാണ്. ചാക്കോ സാറിന്റെ പിള്ളേരാണ്. ചാക്കോ സ്കോട്ട് പച്ചത്തടിയിലാണ്. പച്ചത്തടിയിൽ ഈ മത്സരത്തിൽ വിജയിയായ അരോമ ചുണ്ടന്റെ വീണ്ടും നമ്മൾ സ്ക്രീനിൽ കാണുകയാണ്. ഈ ജലമാമാങ്കത്തിന്റെ പോയിന്റുകൾ കാണുകയാണ്. എത്ര സമയത്തിനുള്ളിലാണ് ഫിനിഷ് ചെയ്തത് എന്ന് നോക്കുകയാണ് അരോമ ചുണ്ടൻ. 4 മിനിറ്റ് 23 സെക്കൻഡ് 328 മില്ലി സെക്കൻഡ് വ്യത്യാസത്തിലാണ്, 120 മില്ലി സെക്കൻഡ് വ്യത്യാസത്തിലാണ് അരോമ ചുണ്ടൻ ഒന്നാം സ്ഥാനത്ത് കയറി ആലപ്പുഴയുടെ ജലരാജാവായത്. 4:23 ആഹാ, എന്തൊരു ഫിനിഷ്! അരോമ ജലരാജാവായത്. പ്രേക്ഷകരെ നോക്കൂ, നടുഭാഗം ഇത് കണ്ട് സങ്കടപ്പെടരുത്. നിങ്ങൾക്ക് ഒന്നാം സമ്മാനത്തിന് തുല്യമായ പ്രകടനമാണല്ലേ? നമ്മൾ ചോദിക്കായിരുന്നു ചാക്കോമോഷനെ കുറിച്ച് പറഞ്ഞു. മനീഷ് മഹിമാൻ, ആരാണ് ചാക്കോമോഷൻ? ഞങ്ങളുടെ കോച്ചാണ് ചാക്കോ സാറും ജിബിൻ ചേട്ടൻ, ജിബിൻ വർഗീസ്. ചാക്കോ ഭാഷ കാണിക്കൂ. മറവത്തൂർ സിനിമയ്ക്ക് അതൊരു പച്ചത്തടിയിലായിരുന്നു. ചാക്കോ മോഷൻ പ്രഹേളികയെ തുടരുകയാണ്. മനീഷ് മഹിമാനെ, ചാക്കോ ഭാഷ ഇവിടെ ഇല്ലേ? ചാക്കോ സാറിന്റെ വികാരമാണ് ഈ വിജയം. ചാക്കോ സാറുമായി പങ്കുവയ്ക്കാനാണ് ആരോമയിലെ ഓരോ തുഴച്ചിലാരുടെ ആഗ്രഹം. അതാണ് അല്ലെ ചാക്കോ സാറ് ആരാ ഒന്നുകൂടെ പറഞ്ഞ? ഞങ്ങളുടെ സ്വന്തം കോച്ച്, എവിടെയാണ് ചാക്കോ ഭാഷ? ഇതാണോ ചാക്കോ ഭാഷ? ചാക്കോ ഭാഷനെ തേടിയുള്ള യാത്രയാണ്. എന്തായാലും ചാക്കോ മോഷ് ആരെന്ന് കാണിച്ചിട്ട് മനീഷ് വീട്ടിൽ പോയാൽ മതി. അതെ അതെ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ കണ്ണാടി വെച്ച ഭാഷയായിരിക്കും ചാക്കോ ഭാഷ. ചാക്കോ ഭാഷയുടെ ഒരു ലുക്കുണ്ട് ഈ കണ്ണാടി വെച്ച ഭാഷയിൽ. ഭൂഗോളത്തിന്റെ സ്പന്ദനം. അതെ അതെ അതെ, കണിശക്കാരനായ ചാക്കോ ഭാഷനെ പോലെ അല്ലേ? അരോമ ബോട്ട് ഉയർത്തുകയാണ്, കപ്പ് ഉയർത്തുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് അരോമ ഗ്രൂപ്പ് ചെയർമാൻ PK സജീവ്. ബാക്കി കപ്പുകൾ കൂടി ഇവിടെ ഏറ്റുവാങ്ങുവാൻ ബഹുമാനനായ ഇതാണ് നെഹ്റു ട്രോഫി. ചുണ്ടൻ വള്ളത്തിന്റെ ഭാഗമായുള്ള നെഹ്റു സമ്മാനമായി കൊടുത്ത വെള്ളിച്ചുണ്ടൻ. വെള്ളിച്ചുണ്ടനാണ് പ്രേക്ഷകർ കണ്ടത്. ഒരു പ്രൊഫഷൻസുമില്ല, മണിക്കൂറില്ല, നേവിയില്ല, ഒരു എയർപോർട്ടില്ല, ഒന്നുമില്ല. നാടൻ പിള്ളേരകപ്പെടുത്തത് ഞങ്ങളുടെ വിജയോട്, ഞങ്ങളുടെ കഷ്ടപ്പാടിന്റെ വിജയമാണ്. കർഷക തൊഴിലാളികളുടെ മക്കളാണ്. നല്ല കടന്നുപോയിരുന്നു. പക്ഷെ മോശം ടൈം അവരുടെയിലേക്ക് ട്രോഫി വന്നിരിക്കുന്നു. സെക്കൻഡ് നടക്കത്തുള്ളൂ. അത് പ്രതീക്ഷ തന്നെ ഒന്നാണ്. ട്രോഫി നമ്പർ 4 കേരള ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ട്രോഫി. മറുപടിയാണ് ട്രോഫി നമ്പർ 5 കേരള റവന്യൂ മിനിസ്റ്റേഴ്സ് ട്രോഫി. അപ്പന്മാര് കഷ്ടപ്പെട്ട് കുഴച്ചില് പഠിപ്പിച്ചും പഠിച്ചും വന്നവരാണ്. അവരുടെ മക്കളെ ഞങ്ങള് ഒരാൾ പോലില്ല. പച്ചത്തടിയിലാണ് വിസ്മയം തീർത്തത്. ഞങ്ങൾ അഭിമാനമാണ്. മനുഷ്യന്റെ വിയർപ്പാണ്. നമ്മുടെ ക്യാപ്റ്റൻ എല്ലാവരും അപ്പോൾ പ്രിയപ്പെട്ടവരെ, 72ാമത് നെഹ്റു ട്രോഫി വള്ളം കളിക്ക്
ആവേശോജ്വലമായ സമാപനമാണ്. മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നടുഭാഗത്തിന് കപ്പ് നഷ്ടമായിരിക്കുന്നു. കൊല്ലത്തുനിന്ന് വന്ന അരോമ ബോട്ട് ക്ലബ്ബ് കപ്പ് സ്വന്തമാക്കുന്ന കാഴ്ചയാണ്. ഇതാണ് നെഹ്റു ട്രോഫി. നെഹ്റു സമ്മാനിച്ച വെള്ളിച്ചുണ്ടൻ അങ്ങനെ ഇക്കൊല്ലം കൊല്ലം കൊണ്ടുപോയിരിക്കുന്നു.